ഓക്കെ. സോ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് എന്ത് പറയുന്നത്, റൂഫ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് ഫൗണ്ടേഷൻ ആയിരുന്നു അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ: ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു 5 ഷാലോ ഫൗണ്ടേഷനും 3-4 ഡീപ്പ് ഫൗണ്ടേഷനും നന്നായി പഠിച്ചിരിക്കുക. എന്തായാലും എക്സാമിന് ചോദിക്കും എന്തായാലും ഫൗണ്ടേഷൻ ആൻഡ് വാട്ട് ആർ ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് വാട്ട് എന്താ പറയുക ഡീപ്പ് ഫൗണ്ടേഷൻ. അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിക്കോട്ടെ, നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, തന്നെയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൂഫ് എന്ന് പറയുന്നത്. നമ്മുടെ മൊഡ്യൂൾ 1ഉം 2ഉം പോലെ അത്ര എളുപ്പമല്ല. അത്ര മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് മൊഡ്യൂൾ 3യിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൂഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ. നമ്മുടെ വീട്ടിലെ റൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റൂഫ്? റൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് അല്ലേ. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്ത് പറയുന്നത്, റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, പല ടൈപ്പ് റൂഫാണ് നമ്മുടെ വീട്ടിലൊക്കെ. പല പല ടൈപ്പ് റൂഫുകൾ നമുക്ക് കാണാം അല്ലെ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന റൂഫ്, ഇപ്പോഴുള്ള റൂഫ് അല്ലെ. ഇപ്പൊക്കെ നമുക്ക് എന്താ ടെറസ്ഡ് റൂഫാണ് അല്ലെ, അല്ലെങ്കിൽ കോൺക്രീറ്റ് റൂഫാണ് നമുക്ക് ഇപ്പൊക്കെ സാധാരണ കാണാറുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ എന്തായിരുന്നു? ആ ടൈലായിരുന്നു അല്ലെ. ടൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഓട്. ഓട് മേഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഓല മേഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓക്കെ. സോ ഇപ്പൊ നമുക്ക് പുതിയ ഒരുപാട് ടൈപ്സ് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫ്ലോർ, സോറി, റൂഫുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് റൂഫ്. അതിന്റെ സാധാരണ അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിന്റെ മിനിമം റിക്വയർമെന്റ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ കേട്ടാ. പിന്നെ 10 മാർക്കിനോ അതിൽ കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കിനോ ചോദിക്കുക വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂഫ്. അങ്ങനെ ഒരു 5 റൂഫ്സ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ വാട്ട് ഈസ് റൂഫ് എന്ന് പറയുന്നത്, റൂഫ് ഇസ് ദ അപ്പർ മാസ്റ്റ് പാർട്ട് ഓഫ് എ ബിൽഡിംഗ്. ആൻഡ് വാട്ട് ഈസ് എ മെയിൻ ഫംഗ്ഷൻ? എന്താ റൂഫിന്റെ മെയിൻ ഫംഗ്ഷൻ? എന്താ? റൂഫിന് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? റെയിൻ അല്ലെ, മഴ നമ്മുടെ അകത്തേക്ക് വീടും, സണ്ണിന്റെ എക്സ്പോസർ കുറച്ചും കൂടി കൂടും അല്ലെ. സോ ദാറ്റ് ആർ ദ ഫംഗ്ഷൻ. സോ മെയിൻ ഫംഗ്ഷൻ ഈസ് ടു എൻക്ലോസ് സ്പേസ് ആൻഡ് ടു പ്രൊട്ടക്ട് ദ സെയിം ഫ്രം ദ എഫക്ട് ഓഫ് വെതറിംഗ് എലമെന്റ് സച്ച് ആസ് റെയിൻ, വിൻഡ്, സൺ, ഹീറ്റ് ആൻഡ് സ്നോ. ഓക്കെ, ഇതിനൊക്കെ എന്ത് ചെയ്യണം? റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സണ്ണിന്റെ ചൂട്, റെയിൻഫോൾ, സ്നോഫോൾ, ഹീറ്റ്, വിൻഡ് എക്സെട്ര, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനാണ്? പ്രൊട്ടക്ട് ചെയ്യാൻ, അതിന്റെ എഫക്ട് നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റൂഫ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ മിനിമം റിക്വയർമെന്റ് ഓഫ് ആൻ ഐഡിയൽ റൂഫ്? അപ്പൊ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ റൂഫിംഗ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് വാട്ട് മിനിമം റിക്വയർമെന്റ് വേണം അല്ലേ. ഇപ്പൊ നമ്മൾ വീട്ടിലെ റൂഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ റൂഫിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, വാട്ട് ആർ ദ മിനിമം റിക്വയർമെന്റ്? ഒന്നെന്താ? ഹീറ്റ് ഇൻസുലേഷൻ. അത് കുറയ്ക്കാൻ നോക്കും നമ്മൾ അല്ലെ. മാക്സിമം ഹീറ്റ് ഇൻസുലേഷൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഹീറ്റ് ഇൻസുലേഷൻ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് അധികം കടത്തിവിടാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് ചൂടാവും. നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കുക? നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കും, സ്റ്റെബിലിറ്റി നോക്കും, ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കും അല്ലെ. മെയിൻ ആയിട്ട് നമ്മൾ ലീക്കേജ് ഉണ്ടാവുക റൂഫിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റൂഫിൽ ലീക്കേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതും ഒരു മിനിമം റിക്വയർമെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം കുറെ പോയിന്റ്സ് ഒക്കെ നമുക്കറിയാം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. സോ വാട്ട് ആർ ദ മിനിമം റിക്വയർമെന്റ്? സോ ഫസ്റ്റ് എന്താ? സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി അല്ലെ. സ്ട്രെങ്ത്തും വേണം, സ്റ്റെബിലിറ്റിയും വേണം. ഇപ്പൊ എന്തെങ്കിലും അതിന്റെ മുകളിൽ ഒന്ന് വീഴാണെങ്കിലും അത് പൊളിയാൻ പാടില്ല. അതുപോലെ തന്നെ ആസ് വെൽ ആസ് വിൻഡ് ലോഡ്, കാറ്റിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അത് കൊളാപ്സ് ആവാൻ പാടില്ല. സോ ഫസ്റ്റ് പോയിന്റ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ആൻഡ് സെക്കൻഡ് ഈസ് വെതർ റെസിസ്റ്റന്റ്. വെതർ റെസിസ്റ്റന്റ് ഇൻക്ലൂഡ് നമ്മൾ പറഞ്ഞ എന്താ, ലീക്കേജ് ഒക്കെ വെതർ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, വെതർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ലീക്കേജ് ഒക്കെ എന്താണ്? വെതർ റെസിസ്റ്റന്റ് ആണ്. ആൻഡ് ഹീറ്റ് ഇൻസുലേഷൻ ആയിരിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹീറ്റിന് എന്ത് ചെയ്യണം? അധികം കടത്തിവിടാൻ പാടില്ല. സോ ഹീറ്റ് ഇൻസുലേറ്റിംഗ് ആയിരിക്കണം. സൗണ്ട് ഇൻസുലേറ്റിംഗ് ആയിരിക്കും. സംടൈം തിയേറ്ററിന്റെ ഒക്കെ നമ്മൾ റൂഫ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വി ആർ സജസ്റ്റിംഗ് എന്താ, സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽ ആസ് റൂഫിംഗ് മെറ്റീരിയൽ അല്ലെ. തിയേറ്ററിലൊക്കെ സൗണ്ട് പ്രൂഫിംഗ് വേണം, ഓഡിറ്റോറിയത്തിലും സൗണ്ട് പ്രൂഫിംഗ് വേണം. സോ ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം. So that are the minimum requirement. 5 points നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഇസ് ദ മിനിമം റിക്വയർമെന്റ് ഓഫ് എ ഗുഡ് റൂഫ്. ആൻഡ് നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൂഫ്. നമുക്കറിയാം, പ്രൊട്ടക്ട് ചെയ്യുക, വിൻഡിൽ നിന്ന് ഇതിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ മെയിൻ. അത് തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. എന്താ? ഇറ്റ് ഗീവ്സ് ദ പ്രൊട്ടക്റ്റീവ് കവറിംഗ് അഗൈൻസ്റ്റ് ദ
adverse effect of atmosphere. What are the adverse effect of atmosphere? Heat, rain, etc. And it has adequate slope. അത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? വീറ്റ് ഹാസ് ആഡിക്വേറ്റ് സ്ലോപ്പ് വേണം അല്ലെ? ആഡിക്വേറ്റ് ആയിട്ടുള്ള എന്ത് വേണം? സ്ലോപ്പ് വേണം. സ്ലോപ്പ് ഉണ്ടെങ്കിലല്ലേ വാട്ടർ ഒഴുകുള്ളൂ. സോ has an adequate slope to drain the rain and snow. And next point is it is strong enough to take the external load. Okay, external load എടുക്കാൻ എന്തായിരിക്കണം? It should be safe. External load എടുക്കണം. നമ്മൾ റൂഫിങ്ങിന്റെ മുകളിൽ, നമ്മൾ വീടിന്റെ റൂഫിങ്ങിന്റെ മുകളിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള എന്താ പറയാ ലോഡുകളൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കാറുണ്ട്. സോ അതിനൊക്കെ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആയിരിക്കണം. ആൻഡ് ഇറ്റ് വിൽ പ്രൊവൈഡ് സഫീഷ്യന്റ് ഇൻസുലേഷൻ അഗെയിൻസ്റ്റ് സൗണ്ട് ഇൻസുലേഷൻ എന്ത് വേണം? സോ ദിസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് റൂഫ്. നെക്സ്റ്റ് ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഡിഫറെന്റ് ടേംസ് ഇൻ റൂഫ്. ഓക്കെ, അതായത് ഒരുപാട് ടേംസ് വരുന്നുണ്ട് റൂഫില്, ഒരുപാട് ടേംസ് വരുന്നുണ്ട്. ഓക്കെ, റൂഫ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് സ്ക്രീനിൽ നിങ്ങൾ വരയ്ക്കുക. വാട്ട് ഇസ് റൂഫ് ആൻഡ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ? ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, താങ്ക് യു. മതി മതി മതി. സോ ഓക്കെ, സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ടേംസ്? ഞാൻ നിങ്ങൾക്ക് ഒരു ആനിമേഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേക്കാളും നന്നായി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പോ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഫിഗർ ഒക്കെ കാണിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ആനിമേഷൻ വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ പറ്റും. അതിൽ ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു ഒരു എന്താ പറയാ, ഒരു കോച്ചിങ് സെന്റർ നടത്തുന്ന ഒരു ആനിമേഷൻ വീഡിയോ ആണ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പം കുറച്ചുകൂടി മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ദെൻ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് വരുന്നത്? സ്പാൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ സ്പാൻ? അപ്പൊ നമുക്കറിയാം പല വീട്ടിലും പല വിടുത്തായിരിക്കും അല്ലെ? സ്പാൻ എന്തെന്ന് അറിയില്ല. വാട്ട് ഈസ് സ്പാൻ? അത് രണ്ട് കോളം തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് സ്പാൻ. ഇപ്പൊ നമ്മുടെ കോളേജിൽ ആ ഒരു എന്താ ഗ്രൗണ്ടിന്റെ അടുത്ത് നമ്മളൊരു ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതില്ലേ, വോളിബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിലായിട്ട്, ഗ്രൗണ്ടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട്. സോ അപ്പൊ രണ്ട് കോളം തമ്മിലുള്ള രണ്ട് തൂണ് കണ്ടിട്ടില്ലേ? രണ്ട് തൂണുമേലുള്ള ഈ സാധനം സപ്പോർട്ട് ചെയ്തിരിക്കുന്ന റൂഫ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു കോളം ഇസ് നോൺ ആസ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാം. കണ്ടില്ലേ? രണ്ട് തൂണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതാണ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിലൊന്നും ഇത്ര സ്പാൻ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ 5-10 മീറ്ററൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ സ്പാൻ വരുന്നത്. നമ്മൾ അത് കണ്ടില്ല, അത് ഏകദേശം 30-40 മീറ്റർ വരുന്നുണ്ട് അതിന്റെ സ്പാൻ നമ്മുടെ കോളേജിൽ ഇട്ടേക്കുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ദ സ്പാൻ. ആൻഡ് വാട്ട് ഈസ് റൈസ്? റൈസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റൈസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ റിഡ്ജ് ആൻഡ് വാൾ പ്ലേറ്റ്. സോ വാട്ട് ഈസ് റിഡ്ജ് ആൻഡ് വാട്ട് ഈസ് വാൾ പ്ലേറ്റ് ഒക്കെ നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് ആ ഫിഗറിൽ കാണാം അല്ലേ? സോ ടോപ്പിൽ നിന്ന് ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ്. സോ ടോപ്പ് പോർഷൻ പറയുന്നതാണ് റിഡ്ജ് എന്ന് പറയും നമ്മൾ. കൂർത്ത് നിൽക്കുന്ന ഭാഗം കണ്ടോ? ദാറ്റ് ഈസ് നോൺ ആസ് റിഡ്ജ് ആൻഡ് ദ ബോട്ടം ഈസ് നോൺ ആസ് വാൾ പ്ലേറ്റ്. അതായത് ഡ്രസ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷീറ്റ് ഇതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വാൾ പ്ലേറ്റ് പോലെ ഒരു സാധനം കൊടുക്കും. കാരണം ഇത് കോളം എന്ന് പറയുന്നത് എന്താ പറയുന്ന ഒരു കുറ്റി പോലത്തെ സാധനമല്ല. നമുക്ക് അതുമ്പോ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും വെൽഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ മുകളിൽ അവർ എന്താ വെച്ചാൽ പ്രൊവൈഡിങ് എ പ്ലേറ്റ് ദാറ്റ് ഇസ് നോൺ ആസ് വാൾ പ്ലേറ്റ്. അതിന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ സാധനം വെൽഡ് ചെയ്ത് വെക്കുന്നത്. സോ നമ്മുടെ വീട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ദാറ്റ് ഇസ് വാൾ പ്ലേറ്റ് എന്ന് പറയും. ആ ചുമരിനോട് നമ്മുടെ വാളിന്റെ മുകളിൽ വെക്കാം. ഓക്കെ, നമ്മുടെ വീട്ടിലാണെങ്കിൽ വാളിന്റെ മുകളിൽ വെക്കുന്ന പാർട്ടിനാണ് നമ്മൾ പറയുന്നത് കോൾഡ് ആസ് വാൾ പ്ലേറ്റ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റിഡ്ജ് എന്ന് വെച്ചാൽ കൂർത്ത പോർഷൻ ആൻഡ് ദ വാൾ പ്ലേറ്റ് ഈസ് നോൺ ആസ് റൈസ്. ആൻഡ് വാട്ട് ഈസ് പിച്ച്? പിച്ച് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. നമ്മുടെ റൂഫിന്റെ സ്ലോപ്പിനെ പറയുന്ന പേരാണ്, വേറെ പേരെന്നുകൊണ്ട് പിച്ച് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ സിവിലൊക്കെ ഇങ്ങനത്തെ സ്ലോപ്പ് എന്നല്ല നമ്മൾ പറയാം, പിച്ച് എന്നാണ് പറയാം. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അറിയാം, dy/dx ആണ് അല്ലെ? y/x ദാറ്റ് ഇസ് സ്ലോപ്പ് ഓൾറെഡി അറിയാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ? വാട്ട് ഇസ് dy/dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടാലും അറിയാം. ഓക്കെ, സ്പാൻ ഡിവൈഡഡ് ബൈ റൺ. ദാറ്റ് ഇസ് slope, and it is the slope of the roof, and it is obtained by the ratio of rise to span. Okay, rise divided by span, dy/dx. So clear ആണ്. Okay, so that is it, rise divided by span. dy/dx അല്ലെ? y/x ആണ് നമ്മൾ എപ്പോഴും സ്ലോപ്പ് പറയാ. y ഡിസ്റ്റൻസ് ആണ് vertical distance, that is equal to rise divided by span. So these are what very simple terms, just note. Okay, and you know what is ridge? Ridge എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താ ഒരു there is a okay, so there is a wall, sorry, there is a, oh, sorry,
അതായത് റൂഫ് അല്ലെ, ഇങ്ങനെ റൂഫ് ഉണ്ട്, അതിന്റെ ടോപ്പ് പോർഷനെ നമ്മൾ പറയുന്നതാണ് റിഡ്ജ്. അപ്പൊ ഈ ലൈനെ നമ്മൾ പറയും, ടോപ്പിൽ ആ ലൈൻ ഇല്ലേ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലൈനെ പറയുന്ന കോളാണ് കോൾഡ് റിഡ്ജ് ലൈൻ. Okay, we call this line as a ridge line. അല്ലെങ്കിൽ ഈ ലൈൻ we call it as a ridge line. Okay, that is known as the ridge. And next is eave. Eave എന്ന് പറഞ്ഞാൽ എന്താ? The lower edge of the inclined roofing surface. Inclined roofing surfaceന്റെ lower edge-നെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ലീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും മുകളിലുള്ളത് റിഡ്ജ്, ഏറ്റവും താഴ്ഭാഗത്തുള്ള ഇതിലാണ് നമ്മൾ എന്ത് പറയാ? കോൾഡ് ആസ് ഈവ്സ്. ഓക്കെ, ഇസ് നോൺ ആസ് ഈവ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഓക്കെ, അതൊക്കെ ഒരു ടേംസ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഉള്ള ലൈൻ, ടോപ്പ് മോസ്റ്റ് അപ്പെക്സ് ലൈൻ ഓഫ് ദ റൂഫിംഗ് സ്ലോപ്പിംഗ് റൂഫ്. ആൻഡ് ഈവ്സ് എന്ന് പറയുന്നത് ദ ലോവർ എഡ്ജ് ഓഫ് ദ ഇൻക്ലൈൻഡ് റൂഫ് സർഫേസ്. അപ്പൊ ഏറ്റവും താഴ്ഭാഗത്തുള്ളതിന് നമ്മൾ എന്ത് പറയും? കോൾഡ് ആസ് ഈവ്സ്. ആൻഡ് നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പൽ റാഫ്റ്റർ ആൻഡ് ദിസ് ഇസ് ദ ഇൻക്ലൈൻഡ് മെമ്പർ റണ്ണിംഗ് ഫ്രം ദ റിഡ്ജ് ടു ഈവ്സ്. അപ്പൊ റിഡ്ജിൽ നിന്ന് ഈവ്സ് വരെ ഉള്ള ഇൻക്ലൈൻഡ് മെമ്പർ ഉണ്ട്. ഇപ്പൊ ഈ ഇൻക്ലൈൻഡ് മെമ്പർ കണ്ടോ? ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണാം. This is known as principal rafter. Okay, this is known as principal rafter. നമ്മുടെ ഓടിട്ട വീടുകൾക്കൊക്കെ ഇത് കാണാം, ട്രസ് വർക്കുള്ള ഇതിനൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ കാണാം. സോ ഐ തിങ്ക് റിഡ്ജ് ലൈൻ, ഈവ്സ് ആൻഡ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഓക്കെ, ആ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് ഫ്രം റിഡ്ജ് ടു ഈവ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. ആൻഡ് നെക്സ്റ്റ് ഇസ് പർലിംഗ്. പർലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയും പട്ടിക എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ പട്ടിക, ഓടിട്ട് വീടുള്ളവർക്കൊക്കെ അറിയാം. നിങ്ങളുടെ തറവാട് വീടൊക്കെ ചിലപ്പോൾ ഓടിട്ടതാണെങ്കിൽ ഒരു ചെറിയൊരു ഹൊറിസോണ്ടൽ, ഇതിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുന്ന വുഡൻ പീസ്, അതിനാണ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് നോൺ ആസ് പർലിങ്സ് എന്ന് പറയും. നമ്മൾ ലോക്കലായിട്ട് നമ്മൾ പറയാം പട്ടിക എന്നൊക്കെ പറയും. ചിലപ്പോൾ പല സ്ഥലത്തും പലതാണ്. എൻ്റെ തൃശ്ശൂരാണ് നാട്, അപ്പൊ തൃശ്ശൂരൊക്കെ എന്താ പറയുന്നത്? പട്ടിക എന്നൊക്കെയാണ് അതിനെ പറയാം. ഒരു വുഡൻ പീസ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെക്കുന്ന വുഡൻ പീസിന് നമ്മൾ പറയുന്ന പേരാണ് പർലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പർലിങ്സിന്റെ മുകളിലായിരിക്കും നമ്മൾ സാധാരണ ഓട് വെക്കുന്നുണ്ടാവും. ഓടൊക്കെ ടൈൽസ് എന്ന് പറയുന്നത്, ഓടൊക്കെ നമ്മൾ എന്ത് ഇതിന്റെ മുകളിലാണ് വെക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പട്ടിക. അപ്പൊ അതുപോലെ ആൾസോ ഫോർ ദ ട്രസ് വർക്ക്, നമ്മുടെ വീട്ടിലൊക്കെ ട്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടില് കാർ പോർച്ചോ അല്ലെങ്കിൽ വീട്ടിലെ റൂഫിൽ ട്രസ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ കാണാം. ഓക്കെ, യു ക്യാൻ സീ ദ റിഡ്ജ് ലൈൻ, ഈവ്സ്, പ്രിൻസിപ്പൽ റാഫ്റ്റർ ആൻഡ് പർലിങ്സ്. പർലിങ്സിന്റെ മുകളിൽ നമ്മൾ ഷീറ്റ് ഡ്രിൽ ചെയ്ത് വെക്കാം. ഷീറ്റ് നമ്മൾ ഡ്രിൽ ചെയ്ത് വെക്കുകയാണ്. ഇപ്പൊ പഴയ സിസ്റ്റം ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷീറ്റ് എന്ത് ചെയ്യും? വി ഡ്രിൽ ടു ദ പർലിങ്സ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ടേംസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹിപ്പ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഹിപ്പ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൂടാരം പോലെയാണ് ഫോം ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ ഇങ്ങനെ കാണാം, ഒരു കൂടാരം പോലെയല്ലേ ശരിക്കും ഇങ്ങനെ നമുക്ക് തോന്നാം ഈ ട്രസ് വർക്ക് ഒക്കെ. സോ ഹിപ്പ് ഉണ്ട് ആൻഡ് നെക്സ്റ്റ് ഈസ് വാലി. രണ്ട് രീതിയിൽ നമ്മൾ പറയും, ഹിപ്പ് ആൻഡ് വാലി. സോ ഹിപ്പ് ആൻഡ് വാലി എന്ന് പറയുന്നത്, ഇഫ് ദ റിഡ്ജ് ഫോംഡ് ബൈ ജോയിനിങ് ടു സ്ലോപ്ഡ് സർഫസ് ആൻഡ് ദ എക്സ്റ്റേണൽ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ കാണാം എന്താ, രണ്ട് സ്ലോപ്പ് ഒന്ന് ജോയിൻ ചെയ്യാണ് അല്ലെ, രണ്ട് സ്ലോപ്പ് ഇവിടെ ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യാണ്, റിഡ്ജ് ലൈനിൽ വന്ന് ജോയിൻ ചെയ്യാണ്. സോ ആ സ്ലോപ്പ് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ, ഓക്കെ, അതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ 180 ഡിഗ്രികൾ കൂടുതലാണെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് റിഡ്ജ്. ഇഫ് ദ ആംഗിൾ ഇസ് ലെസ് ദാൻ 180 വി കോൾഡ് ഇറ്റ് ആസ് വാലി. അപ്പൊ നമുക്ക് ഇത് നോക്കി അറിയാം. ഇപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ കൂടാരം കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് ഇപ്പൊ നമ്മുടെ രണ്ട് സ്ലോപ്പിംഗ് സർഫസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. ദിസ് ആംഗിൾ ഈസ് എക്സ്റ്റേണൽ ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ, എക്സ്റ്റേണൽ ആംഗിൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഫിഗർ ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഹിപ്പ്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഫിഗറിൽ ദിസ് ഈസ് ഹിപ്പ്. ഇത് ഹിപ്പാണ് അല്ലെ, ഇതൊക്കെ ഹിപ്പാണ്. ഇഫ് ദ ആംഗിൾ ഈസ്, ഇത് ഹിപ്പാണ്. ഓക്കെ, ഓക്കെ. സോ ഇഫ് ദ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 180 വി കോൾ ഇറ്റ് ആസ് ഹിപ്പ്. ആൻഡ് ഇഫ് ദ ആംഗിൾ ഈസ് ലെസ് ദാൻ 180, അപ്പൊ ലെസ് ദാൻ 180 വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. നോക്കാം, ഇവിടെ മാത്രം നമുക്ക് ആംഗിൾ കണ്ടറിയാം. അതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താ, അത് ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവും അല്ലെ. ഇതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ഇത്. ഓക്കെ, സോ ദ എക്സ്റ്റേണൽ ആംഗിൾ ഈസ് എന്താ, ലെസ് ദാൻ 180 ഡിഗ്രി. ഓക്കെ, എക്സ്റ്റേണൽ, ഞാൻ വരച്ചതിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളത് നോക്കാട്ടെ, നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്ന് ക്ലിയർ ആവും. ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രിയാണ്, എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ 180 ആണ്. ഇങ്ങനെയാണുള്ളത്, സോറി കേട്ടോ, ഇങ്ങനെ ഇതുപോലെ അല്ലേ ഉള്ളത്. ഓക്കെ, നിങ്ങളത് നോക്കാം, എനിക്ക് വരയ്ക്കാൻ അത്ര ഇതില്ല. സോ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാലി.
നമ്മുടെ കുന്നിന്റെ വാലി എന്ന് പറയില്ല, നമ്മൾ വാലിയും കുന്നും, മൗണ്ടൈൻ എന്ന് പറയില്ലേ. മൗണ്ടൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കും, വാലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴ്ന്നിരിക്കും. സോ ദാറ്റ് ഇസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് വാൾ പ്ലേറ്റ്. വാൾ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സംടൈം വുഡൻ ആവാം, അല്ലെങ്കിൽ എന്താ പറയാ, ആ സ്റ്റീൽ ആവാം, സ്റ്റീലിന്റെ പ്ലേറ്റ് ആവാം. സോ നമ്മൾ ഇത് വെക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഓടിട്ട് വീടാണെങ്കിൽ നിങ്ങൾ പോയി നോക്കാം. അതായത് എന്താ, നമ്മുടെ വാൾ, ബ്രിക്ക് വാളിന്റെ മുകളിൽ നമ്മളൊരു വുഡൻ മെമ്പർ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ട്രസ് വർക്ക് ആണെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊടുക്കും. ദാറ്റ് ഈസ് നോൺ ആസ് വാൾ പ്ലേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് വാൾ പ്ലേറ്റ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അതായത് ഈ വാളിന്റെ മുകളിൽ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇത് ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു ഫിഗറിൽ, സോറി, ഈ ഒരു ഫിഗറിൽ ഈ ഒരു സാധനം കണ്ടോ, കാരണം ഇത് ചുമരാണ്. ഓക്കെ, ദിസ് ഇസ് വാൾ. അപ്പൊ ഒരിക്കലും നമുക്ക് ചുമരിലേക്ക് നമുക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിനെ ടച്ച് ചെയ്ത് വെക്കില്ല. നിങ്ങൾ വീട്ടിൽ നോക്കിയാൽ അറിയാം, ഒരിക്കലും നമ്മളിത് വാളിൽ ടച്ച് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക, ഡ്രസ് വർക്ക് ചെയ്യുക. ഓടിട്ട വീട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താ ഡ്രസ് വർക്ക് ആണെങ്കിൽ ഒരിക്കലും ആ തൂണുമ്മ ആയിരിക്കില്ല ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ടാവുക. ഒരിക്കലും നമുക്കൊരു തൂണുണ്ടാവും അല്ലെ, നമുക്ക് ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു തൂണുണ്ടാവും. അപ്പൊ ഒരിക്കലും ആ തൂണുമ്മ എല്ലാ സാധനം വെൽഡ് ചെയ്ത് പിടിക്കുക. ഇവിടെ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം വെക്കും, എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുക. ലൈക്ക് വൈസ് ഫോർ ദ കേസ് ഓഫ് ടൈൽഡ് റൂഫ്, നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു വുഡൻ മെമ്പർ അവിടെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. കണ്ടില്ലേ, ഈ ഒരു ബ്ലൂ കളർ കാണാനല്ലേ നിങ്ങൾക്ക്, ഒരു ബ്ലൂ കളർ. ഓക്കെ, അപ്പൊ നമ്മൾ വാളിന്റെ മുകളിൽ വെക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് wall plate. Okay, they are the longer wooden member which are provided on the top of the stone or brick wall for the purpose of fixing the feet of the principal rafter. Principal rafter അതുമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് ഇസ് ബാറ്റർ. അപ്പൊ ബാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നേരത്തെ നമ്മളിവിടെ പഠിച്ചില്ലേ, പർലിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, ഏകദേശം അത് എന്ത് ചെയ്യുക, സെയിം തന്നെയാണ്. സോ ബാറ്റർ, ദേ ആർ തിൻ സ്ട്രിപ്പ് ഓഫ് വുഡ് കോൾഡ് scandlings and which are nailed to the rafter for laying roof materials above. ഓക്കെ, അത് പണ്ട് കാലത്ത്, അതായത് ഞാൻ ഈ പട്ടിക എന്ന് പറയുന്നത് രണ്ടും വരും, ബാറ്റേഴ്സും വരും, പർലിങ്സും വരും. ഓക്കെ, സോ അതിന് രണ്ട് പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ബാറ്റേഴ്സ് എന്ന് പറഞ്ഞാലും അതും എന്ന് പറഞ്ഞാലും, ബാറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കും മറ്റേ പർലിങ്സ് എന്ന് പറഞ്ഞാൽ അത് വുഡൻ മെമ്പർ ആവാം, സ്റ്റീൽ മെമ്പർ ആവാം, എന്ത് വേണേലും ആവാം. ബട്ട് ബാറ്റർ എന്ന് പറയുന്നത് ഇസ് പ്യൂർലി വുഡൻ. നമ്മൾ പട്ടിക എന്ന് പറയുന്നത് പ്യൂർലി എന്താ പറയുന്നത്, ബാറ്റർ തന്നെയാണ്. പർലിങ്സും പട്ടിക തന്നെ വിടും, ബട്ട് വുഡൻ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും അതിന് പറയുന്നത് ബാറ്റേഴ്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. ആൻഡ് there are so many terms, cleats, truss and all. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5-10 ടേംസുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതൊന്നും ക്ലീറ്റ്സും ട്രസ്സും ഒന്നും നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ക്ലീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം. ഓക്കെ, ആൻഡ് ദേ ആർ ഷോർട്ട് സെക്ഷൻ ഓഫ് വുഡ് ഓർ സ്റ്റീൽ വിച്ച് ആർ ഫിക്സ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഓഫ് ട്രസ് ടു സപ്പോർട്ട് ദ പർലിങ്സ്. അതായത് ചില കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താ പറയുന്നത്, ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിന്റെ മുകളിലായിരിക്കില്ല ഈ ബാറ്റർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാറ്റർ അല്ലെങ്കിൽ പർലിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും വുഡൻ സെക്ഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. വളരെ റയർ കേസിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പൊ അത് വിട്ടേക്കാം, ക്ലീറ്റ്സ് ഒക്കെ. അത് സംടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഇതുമ്മേ ആയിരിക്കില്ല വെൽഡ് ചെയ്ത് പിടിക്കുന്നുണ്ടാവും. അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യും. ദാറ്റ് ഇസ് നോൺ ആസ് ക്ലീറ്റ്സ്. ആൻഡ് നെക്സ്റ്റ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ഫ്രെയിം വർക്കിനെ പറയുന്ന പേരാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റൂഫ് ഓഫ് സ്ട്രെസ്, ആ ഒരു ഫ്രെയിം വർക്ക് ഫോമിംഗ് യൂഷ്വലി ഓഫ് വെൽ ഫോംഡ് ട്രയാങ്കിൾ ഡിസൈൻ ടു സപ്പോർട്ട് ദ റൂഫ് കവറിംഗ് ഓർ സീലിംഗ് ഓവർ. ആ ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ ഷേപ്പ് അല്ലേ ഇത് വരും. സോ ദാറ്റ് ഈസ് നോൺ ആസ് സ്ട്രെസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ റൂഫ് ആൻഡ് ഡിഫറെന്റ് ടേംസ്. അറ്റ്ലീസ്റ്റ് ഒരു 10 ടേംസ് എങ്കിലും, ആകെ നമുക്ക് 13 ഉള്ളൂ, ഒരു 5-6 നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂഫ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദിക്കാറുണ്ട്. എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപാട് റൂഫുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഡിപ്പെൻഡ്, പല ക്ലൈമറ്റിക് കണ്ടീഷൻ നമുക്ക് പല രീതിയിലുള്ള എന്ത് വേണം, റൂഫ്സുകൾ വേണം അല്ലെ. പല ക്ലൈമറ്റ് കണ്ടീഷന് പല ടൈപ്പുള്ള റൂഫ് വേണം. അപ്പൊ ഫോർ എക്സാമ്പിൾ, നല്ല മഴയുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്ലാറ്റ് റൂഫ് പറ്റില്ല അല്ലെ, സ്ലോപ്ഡ് റൂഫ് വേണം. നല്ല മഴയുള്ള ഒരു ഏരിയ ആണെങ്കിൽ സ്ലോപ്ഡ് റൂഫ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലാറ്റ് റൂഫ്. ഓക്കെ, സോ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂഫിനെ കുറിച്ച് നോക്കാം. സോ
first three, there are classified into three: pitched or sloping roof, flat roofs, and curved roof. കർവ്ഡ് റൂഫ് ഒക്കെ നിങ്ങൾ വളരെ റയർ ആയിട്ടുള്ളൂ. അതൊക്കെ ഈ ലോട്ടസ് ടെമ്പിൾ ഇല്ലേ, സോ അതൊക്കെ എന്താ പറയുന്നത് കർവ്ഡ് റൂഫാണ്. സോ ദ റൂഫ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ: പിച്ച് ഞാൻ പറഞ്ഞ സ്ലോപ്പിന്റെ നമ്മൾ റൂഫിലൊക്കെ പറയാം സ്ലോപ്പ് എന്നല്ല പിച്ച് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് എന്താ പറയുന്നത് സ്ലോപ്പിംഗ് റൂഫ്, ഫ്ലാറ്റ് റൂഫ് ആൻഡ് കർവ്ഡ് റൂഫ്. നോക്കാം വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലോപ്പ് റൂഫ്. അപ്പൊ പിച്ച്ഡ് റൂഫ് നിങ്ങൾക്ക് അറിയാം, സ്ലോപ്പ് ഉള്ള റൂഫിനാണ് നമ്മൾ പറയുന്നത് പിച്ച്ഡ് റൂഫ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ പിച്ച്ഡ് റൂഫ് ഉണ്ടാവും, ഫ്ലാറ്റ് റൂഫും ഉണ്ടാവും. പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ചെയ്ത് ചെരിവുള്ള റൂഫിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലാറ്റ് റൂഫ്, സോറി പിച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ സൂട്ടബിൾ ഇൻ കോസ്റ്റൽ റീജിയൻ വെർ റെയിൻഫാൾ ഇസ് ഹെവി. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത് വേണം. ആൻഡ് ഫ്ലാറ്റ് റൂഫ് ആർ പ്രൊവൈഡഡ് ഇൻ പ്ലെയിൻ വെർ റെയിൻഫാൾ ഇസ് ലോ ആൻഡ് ടെമ്പറേച്ചർ ആർ ഹൈ. ഓക്കെ, ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ളതും അതുപോലെ റെയിൻഫാൾ ലോ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വി ആർ പ്രൊവൈഡിങ് ഫ്ലാറ്റ് റൂഫ്. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിച്ച് റൂഫ്? ദർ ആർ സോ മെനി പിച്ച് റൂഫ്. അറ്റ്ലീസ്റ്റ് വി നീഡ് ടു സ്റ്റഡി സിക്സ് ഇൻ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് 9 ടൈപ്പ് ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരു 5-6 നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് 5-6 എഴുതിയാൽ മതി. 10 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാ ഇതുണ്ട്. എല്ലാവരും നമുക്ക് ഓർമ്മയിലൊന്നും ഒരിക്കലും വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 6. ഓക്കെ, ഫുൾ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് 6 യു ജസ്റ്റ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് 6. ലീൻ ടു റൂഫ്, കപ്പിൾ ക്രോസ് റൂഫ്, കോളം ബീം റൂഫ്, കിങ് പോസ്റ്റ് റൂഫ്, ക്യൂൻ പോസ്റ്റ് ട്രസ്. അപ്പൊ അത്ര പഠിച്ചിരിക്കുക. ബാക്കിയുള്ളത് നമുക്ക് വിട്ടേക്കാം. അറ്റ്ലീസ്റ്റ് 6 or 5. സോ അത് നിങ്ങളുടെ ഇഷ്ടം. സോ വാട്ട് ഇസ് ലീൻ ടു റൂഫ്? സോ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുമ്പോൾ തന്നെ അറിയാം വാട്ട് ഇസ് ലീൻ ടു റൂഫ്. ഇൻ വൺ ഡയറക്ഷൻ ഓൺലി, അല്ലെ? സ്ലോപ്പ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. നിങ്ങൾ കണ്ടറിയാം അല്ലെ, ഒരു ഡയറക്ഷനിൽ മാത്രം സ്ലോപ്പ് ഉള്ളൂ. നമ്മൾ സാധാരണ വീടിന്റെ ഫ്രണ്ടിൽ കാർ പോർച്ച് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പലരും പല രീതിയിൽ ചെയ്യും. ബട്ട് വൺ സൈഡ് സ്ലോപ്പ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് പറയും? കോൾഡ് ആസ് known as എന്താ പറയുക lean to roof. Okay, simplest type of pitch roof consisting of rafter and okay, all the things is there and it is slope is on one direction only. And generally നമ്മൾ യൂസ് ചെയ്യുക വരാന്ത ഓഫ് ദ ബിൽഡിംഗ് ഒന്ന് പ്രൊജക്ട് ചെയ്തെടുക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് 2 പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സിംഗിൾ സ്ലൈഡിലായിരിക്കും സ്ലോപ്പ് ഉണ്ടാവുക ആൻഡ് സ്പാൻ ഈസ് അപ് ടു 2.5 മീറ്റർ. 2.5 മീറ്റർ വരെ നമ്മൾ ഇതിൽ സ്പാൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, 2.5 മീറ്റർ വരെ നമ്മൾ ഇതിന്റെ സ്പാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ സ്പാൻ ഇസ് ഇമ്പോർട്ടന്റ് ആൻഡ് ദ ഡയറക്ഷൻ വൺ സൈഡ് ഓൺലി. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ 2 point we need to remember. So lean to roof, clear അല്ലേ? lean to roof. ഓക്കെ, ഐ തിങ്ക് ക്ലിയർ. സോ ഇത് കണ്ടില്ലേ, വൺ സൈഡ് ഡയറക്ഷനിൽ മാത്രമുള്ള സ്ലോപ്പാണ്. സോ മാക്സിമം സ്പാൻ അല്ലെങ്കിൽ അപ് ടു 2.5. ആൻഡ് ദാറ്റ് ഇസ് കപ്പിൾ റൂഫ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ അറിയാം അല്ലെ, 2 ഡയറക്ഷനിൽ സ്ലോപ്പ് ഉണ്ടാവും. അത് 2 ലീൻ ടു റൂഫിന്റെ ഇത് കണ്ടില്ലേ, 2 ഡയറക്ഷനിൽ ഒന്നുണ്ടാവും. We have slope. So it's a type of roof. Each couple or pair of common rafter is made to slope upward from the opposite wall. അതൊന്നും അറിയേണ്ട, നിങ്ങൾ എന്താ സ്ലോപ്പ് ഇൻ 2 ഡയറക്ഷൻ, ദാറ്റ് ഇസ് ഓൾ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ആൻഡ് ലോവർ മോസ്റ്റ് അത് നമ്മുടെ ഇതെന്താ പറയുന്നത് വാൾ പ്ലേറ്റിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അത്ര എഴുതാൻ പറ്റും. 2 ഡയറക്ഷനിലും സ്ലോപ്പ് ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് കപ്പിൾ റൂഫ്. നമ്മുടെ സ്ലോപ്പ് റൂഫ് ഒക്കെ സാധാരണ കപ്പിൾ ഇങ്ങനെ ദിസ് നോൺ ആസ് കപ്പിൾ റൂഫ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് വി നീഡ് ടു റിമെമ്പർ എന്ന് പറയുന്നത് ഇറ്റ് സ്പാൻ ഇസ് അപ് ടു 3.5 മീറ്റർ. മറ്റേത് 2.5, ഇതിന്റെ സ്പാൻ മാക്സിമം അപ് ടു 3.5 മീറ്റർ. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നോക്കുക, ഇതെന്ന് വെച്ചാൽ ഇതിങ്ങനെ അകന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെയുള്ള ചിലപ്പോൾ ലോഡ് കൂടി കഴിഞ്ഞാൽ ഇത് അകന്ന് പോകും. സ്പ്രെഡ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ ഇതിങ്ങനെയാണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ ഇതിങ്ങനെ അകന്ന് പോവാ. ഈ ഒരു ഗ്യാപ്പ് കൂടാ, ദാറ്റ് സ്പ്രെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡിങ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡിങ് നടക്കാൻ ചാൻസ് കൂടുതലാണ്. ലോഡൊക്കെ ഇതിന്റെ മുകളിൽ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്ത് പോകും. ഓക്കെ, സോ ചാൻസ് ഉണ്ട്. അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 3.5 മീറ്റർ വരെയൊക്കെ സ്പാനിൽ യൂസ് ചെയ്യണം. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്താൽ സ്പ്രെഡ് ചെയ്ത് പോകും. നമുക്ക് ഈ ഫിഗറിൽ കാണാം. നെക്സ്റ്റ് ഇസ് കപ്പിൾ ക്ലോസ് റൂഫ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കപ്പിൾ ക്ലോസ് റൂഫ്. അതായത് കപ്പിൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടൈ ബീം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കും. അതായത് ഈ സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാൻ. കണ്ടില്ലേ, ഈ ഫിഗറിൽ കാണാം, കണ്ടില്ലേ? ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്ത് കൊടുക്കും ഒരു ടൈ ബീം വെച്ചിട്ട്. സോ അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? അത് ലെഗ്സ് ഓഫ് ദ കോമൺ റാഫ്റ്റർ ആർ ക്ലോസ്ഡ് ബൈ ഹൊറിസോണ്ടൽ ടൈ നോൺ ആസ് ടൈ ബീം. അപ്പൊ ഒരു ടൈ ബീം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും സ്പ്രെഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ അവോയ്ഡ് ദ സ്പ്രെഡിങ് by providing this, and the maximum span is up to 4.5 meter. Okay, the maximum span is up to 4.5 meter. The maximum span is up to 4.5 meter. That is it.
Clear അല്ലേ? The maximum span is up to 4.5 meter. That is the point you need to remember. So the principal rafter is connected using a tie beam, so we can avoid the spreading of principal rafter. So principal rafter എന്താണെന്ന് അറിയാം, ആ ഇംഗ്ലണ്ട് മെമ്പറിനാണ് നമുക്ക് പറഞ്ഞത്. ഇപ്പൊ ഈ ഫിഗറിൽ നമുക്ക് പ്രിൻസിപ്പൽ റാഫ്റ്ററിനെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ? ഈ ഫിഗറിൽ നമുക്ക് പ്രിൻസിപ്പൽ റാഫ്റ്ററിനെ കാണുന്നുണ്ട്. ഈ സാധനത്തിനാണ് പറയുന്നത്, ഈ സാധനങ്ങളില്ലേ ചെരിഞ്ഞ് കിടക്കുന്ന, ദിസ് ഇസ് നോൺ ആസ് പ്രിൻസിപ്പൽ റാഫ്റ്റേഴ്സ്. ദിസ് ഇസ് നോൺ ആസ് ടൈ ബീം. ആ പ്രിൻസിപ്പൽ റാഫ്റ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് ദർ ഇസ് എ ടൈ ബീം. Okay, the maximum span is up to 4.5 meter. So the important. Next ആണ് കോളാർ ബീം റൂഫ്. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ ഇത് ഏറ്റവും താഴ്ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ടൈ ബീം കൊടുക്കുന്നുണ്ടാവുക. ബട്ട് ഹിയർ ദർ ഇസ് എ ഡിഫറൻസ്. കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ഉയർത്തി കൊടുക്കും. മറ്റേത് ഏറ്റവും താഴെയായിട്ടല്ലേ നമ്മൾ കൊടുക്കുക, നമ്മുടെ ഏകദേശം ചുമരിന്റെ ടോപ്പിൽ. ഇവിടെ എങ്ങനെയാണ്, നമ്മൾ കുറച്ച് പൊക്കി കൊടുക്കും. അപ്പൊ യൂസർ ഫോർ സ്പാൻ ബിറ്റ്വീൻ 4 to 5.5 മീറ്റർ. ഓക്കെ, 4 തൊട്ട് 5.5 മീറ്റർ വരെ നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് എ കോളർ ഓഫ് സെയിം വിഡ്ത് ആസ് റാഫ്റ്റർ ഇസ് ഫിക്സ്ഡ് ടു ദ പെയർ ഓഫ് റാഫ്റ്റർ. ഓക്കെ, അതായത് നമ്മുടെ റാഫ്റ്ററിന്റെ പ്രിൻസിപ്പൽ റാഫ്റ്ററിന്റെ അതേ വീതിയുള്ള അല്ലെങ്കിൽ അതേ ഗേജ് തിക്നെസ് ഉള്ള അതേ ഇത് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് കോളർ. വ്യത്യാസമുണ്ട്, കോളറിന് അതേ ഇത് തന്നെ ആയിരിക്കും. ആൻഡ് വാട്ട് ആർ ദ തിങ്, ദ കോളർ ഇസ് അറ്റാച്ച്ഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1/2 to 1/3 ഓഫ് ദ വെർട്ടിക്കൽ ഹൈറ്റ്. അതാണ് വ്യത്യാസം. കണ്ടില്ലേ? അതായത് 1/2 to ഈ സ്ലോപ്പിന്റെ, ഓക്കെ, ഈ വെർട്ടിക്കൽ ഹൈറ്റ് ഉണ്ടല്ലോ അതിന്റെ 1/2 അല്ലെങ്കിൽ 1/3 ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ കോളർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ സാധാരണ ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് കുറച്ചും കൂടിയും എന്താ പറയുന്നത്, നമ്മുടെ കപ്പിൾ ക്ലോസ് റൂഫിനേക്കാളും കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും. നമ്മൾ ഈ ഇതിൽ കപ്പിൾ ക്ലോസ് റൂമിൽ ഏറ്റവും താഴെയായിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്, വാളിനോട് ചേർന്ന് അല്ലെ, ചുമരിനോട് ചേർന്ന് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിൽ അങ്ങനെയല്ല, കുറച്ച് പൊക്കി കൊടുക്കും. പല ബോൾട്ടിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൂടുതൽ ഈ ഫിഗറിൽ കാണുന്നത് മോൾ ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പക്ഷെ മോൾ ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് കുറച്ചും കൂടി സേഫ്റ്റി ആവുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കിങ് പോസ്റ്റേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ 4 സ്പാൻ ഗ്രേറ്റർ ദാൻ 4.8 മീറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ 4.8 മീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതിയായിട്ടാണ് നിങ്ങൾ ആലോചിക്കണം. 4.8 മീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതിയായി. ഓക്കെ, അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ കിങ് പോസ്റ്റ് ട്രസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഫിഗറിൽ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ എന്താ കപ്പിൾ ക്ലോസ് റൂഫിന്റെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു മെമ്പർ കാണാനുണ്ട് അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു മെമ്പർ കാണാനുണ്ട്. അതുപോലെ ഇംഗ്ലണ്ട് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം കാണാനുണ്ട് അല്ലെ. ഇത്ര 3 അഡീഷണൽ തിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. 3 അഡീഷണൽ ആയിട്ട് പോർഷൻസ്, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ മെമ്പറും ഇങ്ങനെ 2 ഇൻക്ലൈൻഡ് മെമ്പറും കാണാം. ഇൻ അഡീഷൻ ടു കപ്പിൾ ക്ലോസ്. സോ അത് ശ്രദ്ധിക്കണം. അപ്പൊ കിങ് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഫിഗർ വരച്ചു. ഫിഗർ ഇമ്പോർട്ടന്റ് ആട്ടോ ഇതിന്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫിഗർ വരച്ചു വെക്കാം. ഓക്കെ, ആൻഡ് ദർ ഇസ് എ സെൻട്രൽ വെർട്ടിക്കൽ പോസ്റ്റ്. ഇവിടെ സെൻട്രലിൽ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് കിങ് പോസ്റ്റ്. ഓക്കെ, നമ്മുടെ ടൈ ബീമിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ ഒരു സാധനം കൊടുക്കും, ഒരു പോസ്റ്റ് കൊടുക്കും. ദാറ്റ് ഈസ് നോൺ ആസ് കിങ് പോസ്റ്റ്. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് വെച്ചാൽ ഇതിനൊന്ന് ഈ 2 പ്രിൻസിപ്പൽ റാഫ്റ്ററിനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി വി ആർ പ്രൊവൈഡിങ് ആൻ ഇൻക്ലൈൻഡ് മെമ്പർ. ഓക്കെ, കോൾഡ് ആസ് സ്ട്രട്സ്. കണ്ടില്ലേ, ഇൻക്ലൈൻഡ് മെമ്പർ നമ്മൾ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യും, കോൾഡ് ആസ് സ്ട്രട്സ്. കാണാം, നിങ്ങളുടെ പഴയ എന്താ പറയുന്ന ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് കാണാം. നമ്മുടെ അവരുടെ പഴയ ഓടിട്ട ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. പാലക്കാടൊക്കെ എന്തായാലും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ് നിങ്ങളുടെ വീട്ടിൽ മുകളിൽ ഡ്രസ് വർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, സ്പാൻ കൂടുതലുണ്ടെങ്കിൽ. ഓക്കെ, സ്പാൻ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ഇസ് നോൺ ആസ് കിങ് പോസ്റ്റേഴ്സ് where span is greater than 4.8 meter and there is a vertical post is known as king post and is connected to the tie beam where at the center and it has also have 2 inclined member called as struts. Sorry, yes, struts. So അത് എന്താ വെച്ചാൽ ഈ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഒടിയാതിരിക്കാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ അത് കിങ് പോസ്റ്റേഴ്സിന്റെ സ്പാൻ എന്ന് പറയുന്നത് 5 to 8 മീറ്റർ. 5 to 8 മീറ്റർ നമ്മൾ എന്ത് യൂസ് ചെയ്യും, കിങ് പോസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, വി ആർ യൂസിങ് കിങ് പോസ്റ്റേഴ്സ്. സോ ഐ തിങ്ക് ക്ലിയർ. ലാസ്റ്റ് ഈസ് ക്യൂൻ പോസ്റ്റേഴ്സ്. നമുക്ക് ഒരെണ്ണം പഠിക്കാം, 8 പഠിക്കാം. എല്ലാം നമുക്ക് തലകേറ്റിലൊന്നും നടക്കില്ല. നെക്സ്റ്റ് ക്യൂൻ പോസ്റ്റ് ട്രസ്. സോ ക്യൂൻ പോസ്റ്റ് ട്രസിന്റെ സ്പാൻ കിങ് പോസ്റ്റിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. അപ്പൊ കിങ് ആണ് ചെറുത്, ക്യൂൻ ആണ് എന്ത് പറയുന്നത് കുറച്ചുകൂടി വലുത് കേട്ടോ. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. സോ കിങ്ങിന്റെ സ്പാൻ 5 to 8 ഉള്ളൂ, പക്ഷെ ക്യൂവിന്റെ സ്പാൻ 9 to 14. ഓക്കെ, ദാറ്റ് ഇസ് 9 to
14 മീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. ഇതിലെന്താ ഇതിന്റെ നോർമലി നമ്മളിത് പറയാന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ. വേറെ ഫിഗർ ഉണ്ടോ നോട്ടെ. അതായത് ഞാൻ ഫിഗർ വരച്ച് കാണിച്ചു തരാം. അതായത് നോർമലി നമ്മുടെ ഇതിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അതായത് ഇങ്ങനെയാണ് നമ്മുടെ സ്ലോപ്പിംഗ് റൂഫ്. സോറി, ഇത് നമ്മുടെ സ്ലോപ്പ് റൂം. ദർ ഇസ് എ ടൈ ബീം ആൻഡ് കിങ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കിങ് പോസ്റ്റ് ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ബട്ട് ഫോർ ദ ക്യൂൻ പോസ്റ്റ് എന്തുണ്ടാവും വെച്ചാൽ 2 വെർട്ടിക്കൽ ബീം ഉണ്ടാവും. 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ മാത്രം വേറെയും കൊണ്ട് വരയ്ക്കാം. ഓക്കെ, സോ ദർ ഇസ് എ ടൈ ബീം. ഇവിടെ 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. ഫോർ കിങ് പോസ്റ്റ് ഓൺലി 1 vertical post. For the case of queen post truss, there are 2 vertical posts and it is connected. അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയണത്, ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി കൂടുതൽ സ്പാൻ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഫിഗറിൽ അത്ര ക്ലിയർ അല്ലെങ്കിൽ എന്നാലും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അത്ര ക്ലിയർ അല്ലെങ്കിൽ ഇതിപ്പോ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഈ ഫിഗറിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ടൈ ബീം ഉണ്ടാവും, 2 ഉണ്ട്, 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ക്യൂൻ പോസ്റ്റ് കിങ് പോസ്റ്റ് ആണെങ്കിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഇതിൽ 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. സംടൈംസ് ഇതുപോലെ സ്ട്രട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. ഇത് കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ് ആണ്. അപ്പൊ അത് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഉണ്ട്, അത് നമുക്ക് വേണമെന്നില്ല. നമുക്ക് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി, ഇത്ര ഉണ്ട് ഉള്ളൂ കേട്ടാ. ആൻഡ് സ്പാൻ 9 to 14 മീറ്റർ ആണ്. ഇറ്റ് ഹാസ് 2 വെർട്ടിക്കൽ മെമ്പർ നോൺ ആസ് ക്യൂൻ പോസ്റ്റ്. 2 വെർട്ടിക്കൽ മെമ്പർ ഉണ്ടാവും. നമ്മൾ ആ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ക്യൂൻ പോസ്റ്റ്. ആൻഡ് ദ ഹെഡ് ഓഫ് ദ ക്യൂൻ പോസ്റ്റ് are put apart by a horizontal member known as straining beam. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു, നേരത്തെ ഫിഗർ വരച്ചിരുന്നു. അതായത് there is 2 vertical, 2 വെർട്ടിക്കൽ ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കോൾഡ് സ്ട്രെയിനിങ് ബീം. സ്ട്രെയിനിങ് ബീം. താഴുള്ളതിനെ പറയുന്ന ടൈ ബീം. താഴുള്ളത് ടൈ ബീം തന്നെ. ഇത് ടൈ ബീം തന്നെ, ഇത് ടൈ ബീം തന്നെ. ഇതിനാണ് പറയുന്നത് എന്താ, സ്ട്രെയിനിങ് ബീം. സ്ട്രെയിനിങ് ബീം ആൻഡ് 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. ദാറ്റ് ഇസ് നോൺ ആസ് ക്യൂൻ പോസ്റ്റ്. ദാറ്റ് ഇസ് ദ ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ലോഡ് കൂടുതൽ എടുക്കും, കുറച്ചുകൂടി ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് അത്രേ ഉള്ളൂ കേട്ടോ. കിങ് പോസ്റ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിങ് പോസ്റ്റിൽ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവുള്ളൂ, 2 ഇൻക്ലൈൻഡും. ബട്ട് ക്യൂൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 വെർട്ടിക്കൽ പോസ്റ്റും ആ വെർട്ടിക്കൽ പോസ്റ്റിനെ ടോപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടി there is a straining beam. Straining beam. So that is about the queen post truss. And next is manstar truss. അപ്പൊ ഇതും ഒരു സ്ട്രെസ് ആണ്, നമുക്ക് ഇത് ഓടിച്ചു വിടാം. സോ കിങ് പോസ്റ്റിന്റെയും ക്യൂൻ പോസ്റ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് പറയുന്നത്, മാൻസ്റ്റാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും മാൻസ്റ്റാർഡിന്റെ ഫിഗർ ആണ് അവർ കാണിച്ചേക്കുന്നത് കേട്ടോ. തെറ്റി വെച്ചേക്കുന്നതാണ്. ഓക്കെ, ക്യൂൻ പോസ്റ്റിന്റെ അല്ല, ഇത് പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സോ മാൻസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പിനേഷൻ ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ക്യൂൻ പോസ്റ്റ്. കണ്ടില്ലേ? പിന്നെ ഈ മാൻസ്റ്റാർ ഡ്രസ്സിന്റെ ഒരു വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് 2 സ്ലോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. സാധാരണ നമ്മളൊക്കെ പഠിച്ചത് ഒരു സ്ലോപ്പ് ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടാൽ 2 സ്ലോപ്പ് ഉണ്ട് അല്ലെ? 2 ഡിഫറെന്റ് ആയിട്ടുള്ള സ്ലോപ്പ് ഉണ്ട് ഇതിന്. നോക്കിയേ, ഇതൊരു സ്ലോപ്പ്, ഇത് വേറെ സ്ലോപ്പ്. നമ്മൾ സാധാരണ ഒറ്റ സ്ലോപ്പ് അല്ലേ പഠിച്ചിട്ടുള്ളൂ. ഇത് വിട്ട് വിട്ട് കണ്ടോ നിങ്ങള്? ഇങ്ങനെ ഒരു സ്ലോപ്പ്, ഇത് ഇങ്ങനെ ഒരു സ്ലോപ്പ്. അപ്പൊ ഇതാണ് മാൻസ്റ്റാർ ഡ്രസ്സിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. Okay, so combination of king post and cube post. Uppermost portion has the shape of king post and the lower most portion resemble to the queen post. ടോപ്പിലുള്ളത് കിങ് പോസ്റ്റും താഴെയുള്ളത് ക്യൂൻ പോസ്റ്റ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് ഇറ്റ്. അത്രേ ഉള്ളൂ. ആ ഒരു ഭംഗിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ അടുത്താണ് ബെൽഫോസ് റൂഫ് സ്ട്രെസ്. അത് ഇങ്ങനത്തെ ചെരിഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് സ്റ്റീൽ സ്ട്രെസ്. സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന സ്ട്രെസ്. നമ്മുടെ ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിലുള്ള കണ്ടിട്ടില്ലേ? 12 മീറ്ററിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ് പണിയും. അപ്പൊ ഒരു 5 നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടാ. അത് അധികം ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് അതിന്റെ സ്പെഷ്യാലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്, സ്റ്റീൽ സ്ട്രെസ്സിന്റെ സ്പെഷ്യാലിറ്റി. നമുക്കൊന്ന് നോക്കാം. സ്പാൻ 12 മീറ്ററിൽ കൂടുതലുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന സ്റ്റീലിന് പ്രത്യേകത, റോൾഡ് സ്റ്റീൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. റോൾഡ് സ്റ്റീൽ നമ്മൾ പഠിച്ചേക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ ട്രസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് വെറുതെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെറുതെ ഒരു വെൽഡ് ചെയ്ത് വെക്കുന്നതല്ല. നമ്മുടെ വീടിന് വെക്കുന്നത് നോക്കിയാൽ നമ്മുടെ ഈ പറയുന്ന ഹാങ്ങർ ഒക്കെ ഇല്ലേ, നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ വെച്ചേക്കുന്ന ഹാങ്ങറിലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം, അതൊക്കെ ഡിസൈൻഡ് ആണ്.
ഓൾറെഡി നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ബെൻഡിങ് ഇല്ലാതെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ബെൻഡ് ചെയ്യാൻ പാടില്ല, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഡിസൈൻ ചെയ്യുക. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, അതിന് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രസ് വർക്ക് തന്നെയല്ലേ നമ്മുടെ വീടുകളിൽ, അല്ലാതെ വേറെ പണിയൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, എന്താ പറയാ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കോൺക്രീറ്റ് റൂഫ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വെയിറ്റ് അല്ലേ, നല്ല വെയിറ്റ് ആണ്. അതുപോലെ ടൈൽഡ് റൂഫ് അല്ലെങ്കിൽ ഓടിട്ട വീടാണെങ്കിൽ അതും വെയിറ്റ് കൂടുതലാണ്. ഇതൊക്കെ എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാം. അതുപോലെ എന്താ ചെതലെടുക്കില്ല, ഫയർ റെസിസ്റ്റന്റ് ആണ്, അതുപോലെ ടിമ്പറിനേക്കാളും സ്ട്രോങ് ആണ്, ലൈഫ് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പൊ അധികം വേസ്റ്റേജും കാര്യങ്ങളൊന്നും വരില്ല, കാരണം നമുക്ക് ഇത് വെൽഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ വുഡൻ പീസ്, നമുക്ക് ഒരു കട്ട് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് പെട്ടെന്ന് വി ക്യാൻ ഈസിലി ആൻഡ് റാപ്പിഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറക്ട് ചെയ്യാൻ പറ്റും. സോ ഇറക്ട്നെസ് പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നിങ്ങൾക്ക് അറിയാം അല്ലെ, സ്റ്റീൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാം. നമ്മുടെ വീട്ടിലെ ഡ്രസ് വർക്ക് മാക്സിമം 2 to 3 days. ഓട് വീടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, അത് 5-10 ദിവസങ്ങളൊക്കെ എടുക്കും. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് നോൺ ആസ് ഫ്ലാറ്റ് റൂഫ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാം. സോ ഫ്ലാറ്റ് റൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് അല്ലേ. ആ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ്. നമ്മൾ നോർമലി അത് റീൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഫ്ലാഗ് സ്റ്റോൺ കല്ല് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ടൈൽഡ് ബ്രിക്ക്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ആകെ കോൺക്രീറ്റിന്റെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ റെയിൻഫോൾ കുറവുള്ളിടത്തും ടെമ്പറേച്ചർ കൂടുതലിടത്തും നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാറ്റ് റൂഫ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഫ്ലാറ്റ് റൂഫ് ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ സ്ലോപ്പ് റൂഫ് ആണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഫോർ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ നമുക്ക് പ്ലേയിങ്, സ്ലീപ്പിംഗ്, ഫോർ അതർ ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഇസ് സിമ്പിൾ അല്ലെ. സ്ലോപ്പ്ഡ് ആകുമ്പോൾ കൺസ്ട്രക്ഷൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ പ്രൊവൈഡ്സ് ബെറ്റർ ആർക്കിടെക്ചറൽ അപ്പിയറൻസ് ടു ദ ബിൽഡിംഗ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ ആണെങ്കിൽ എന്താ, ഫ്ലാറ്റ് റൂഫ് ആണ് കൂടുതലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മോഡേൺ ഹൗസസ് നോക്കുക, ഫ്ലാറ്റ് റൂഫാണ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുക. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്ലോപ്പ് റൂഫ് ഒക്കെ യൂസ് ചെയ്യും. മോഡേൺ ആർക്കിടെക്ചറിലൊക്കെ നമ്മൾ കണ്ടംപററി ഹൗസസ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഒക്കെ ഫ്ലാറ്റ് റൂഫ്. ആൻഡ് ഈസ് ഈസിയർ ടു മേക്ക് ഫയർ റെസിസ്റ്റന്റ്, ഗുഡ് ഇൻസുലേഷൻ പ്രോപ്പർട്ടി, ആൻഡ് അവോയ്ഡ് നീഡ് ഓഫ് ഫോൾ സീലിംഗ്. ഫോൾ സീലിംഗിന്റെ ഒന്നും ആവശ്യമില്ല. ഫോൾ സീലിംഗ് എന്ന് പറഞ്ഞാൽ ജിപ്സം ബോർഡ്, ഫൈബറിന്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഫോൾ സീലിംഗ് ഉണ്ടാകും. ഓക്കെ, ഫോൾ സീലിംഗ് നമ്മുടെ ഓഫീസ് ബിൽഡിംഗ് ഒക്കെ അങ്ങനെയാണ്, ഫോൾ സീലിംഗ് നമ്മൾ ഉണ്ടാക്കും. ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഫോൾ സീലിംഗിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. There are so many disadvantages is there. ആ അതായത് നമുക്ക് അധികം സ്പാനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അധികം റെയിൻഫോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് there are so many disadvantages. Initial cost is more, and due to greater variations in temperature, ക്രാക്ക് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എ പിച്ച്ഡ് റൂഫ്. പിച്ച്ഡ് റൂഫിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ചും കൂടി കുറവായിരിക്കുന്നതാണ്. ഇഫ് പ്രോപ്പർ, കാരണം സ്ലോപ്പ് ഫ്ലാറ്റ് റൂഫ് കോൺക്രീറ്റ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. പിച്ച്ഡ് റൂഫ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓട്, അത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ഇഫ് പ്രോപ്പർ സ്ലോപ്പ് ഇസ് നോട്ട് പ്രൊവൈഡഡ്, എന്തുണ്ടാവും, ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് റൂഫ്, വെറുതെ അറിഞ്ഞിരിക്കുക, മദ്രാസ് ടർഫ് റൂഫ്, ജാക്ക് ആർച്ച് ഫ്ലാറ്റ് റൂഫ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് റൂഫ്. മൂന്നാമത്തെ നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്നത് എന്താ, മൂന്നാമത്തെ ടൈപ്പ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് റൂഫ്, അത് കോൺക്രീറ്റ് റൂഫ്. മദ്രാസ് റൂഫ്, ദാറ്റ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്, നമുക്കത് സ്കിപ്പ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്നുള്ളൂ, അത് വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അത് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇതുപോലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മദ്രാസ് ടെറസ് റൂഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത്, അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നമ്മളിവിടെ ഒന്നും ഇല്ല അത്, പണ്ട് കാലങ്ങളിൽ പഴയ പഴയ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അത്. ജാക്ക് ആർച്ച് റൂഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, അല്ലേ, ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത് ജാക്ക് ആർച്ച് റൂഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്, ബിക്കോസ് നമ്മളൊന്നും കണ്ടിട്ടില്ല, അപ്പൊ അത് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിച്ച് റൂഫ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് റൂഫ്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് സ്ലാബ് റൂഫ് ആണ്. ആൻഡ് ദ തിക്നെസ് ഇസ് 10 to 13 സെന്റിമീറ്റർ, മിനിമം 10 സെന്റിമീറ്ററിന് നമ്മൾ എന്ത് ചെയ്യും, തിക്നെസ് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ വീടിന്റെ സ്ലാബ് തിക്നെസ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള സാധാരണ സ്ലാബ്. ആൻഡ് നെക്സ്റ്റ് ഇസ് കർവ്ഡ് റൂഫ്. കർവ്ഡ് റൂഫ് ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. ഫസ്റ്റ് ഇസ് ഷെൽ, ഇതുപോലെ ഷെല്ല് പോലെ ഇരിക്കും. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല കേട്ടോ, നമുക്ക് ആകെ പിക്ചർ റൂഫ് മാത്രമേ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇതൊന്നും അങ്ങനെ ചോദിക്കില്ല. കർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കർവ് നല്ല ഭംഗിയിലൊക്കെ ഇരിക്കും. ലോട്ടസ് ടെമ്പിൾ ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുക ലൈബ്രറി, തിയേറ്റേഴ്സ്, ഫാക്ടറീസ്, അസംബ്ലി ഹോൾ, ഓഡിറ്റോറിയത്തിനൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക.
ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അധികം മെറ്റീരിയൽസ് ഒന്നും വേണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ കൺസ്ട്രക്റ്റിന് അധികം മെറ്റീരിയൽ കുറയും, പക്ഷെ എന്താ പറയാ, കോസ്റ്റ് കൂടും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെയാണ് പല ടൈപ്പ് കണ്ടില്ലേ, ഡിഫറെന്റ് ടൈപ്സ്. നെക്സ്റ്റ് ഡോം. ഡോം ഒക്കെ നമ്മൾ താജ്മഹലൊക്കെ ഡോമാണ്. അതുപോലെ മുസ്ലിംസിന്റെ പള്ളികൾ കണ്ടില്ലേ, മോസ്ക് ഒക്കെ കൂടുതലും ഡോം ഷേപ്പാണ്. ഡോം. അതുപോലെ ചർച്ച്, എല്ലാ ചർച്ചും ക്രിസ്ത്യൻ കാസ്റ്റിന്റെയും ചർച്ചിന്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഡോം പോലെയാണ്, അല്ലെങ്കിൽ കർവ്ഡ് പോലെ ഇരിക്കുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ഡോം. ഇതിൽ സെമി സ്പെരിക്കൽ ഓർ സെമി എലക്ട്രിക്കൽ ഷേപ്പ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കണ്ടല്ലേ നിങ്ങൾ, ഡോം ഇങ്ങനെ ഇരിക്കും, കർവായിട്ട് നല്ല ഉണ്ട പോലെ. സ്മൂത്തും ഉണ്ട്, റിബുഡ്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. വാട്ട് ആർ ഡോം? ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, നമ്മുടെ ടൈമായി. ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് പോവാം കേട്ടോ. ക്ലാസ് ക്ലിയർ